അധീനതയാണ് ഈ കോടതിക്ക്? വേണു, ഞാൻ മനസ്സിലാക്കുന്നത് തുടരന്വേഷണം സംബന്ധിച്ച് കോടതിക്ക് ഉത്തരവിടുന്നതിന് ചില പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഈ 2017 ഫെബ്രുവരി 2-ാം തീയതി ദീപക് മിശ്രയുടെ ബെഞ്ചിൽ വന്ന ഒരു വേർഡിക്റ്റ് ഉണ്ട്. അത് കോഗ്നിസൻസ് എടുത്തതിന് ശേഷം തുടരന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതികൾക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. അതായത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ 173(8) പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് തുടരന്വേഷണത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. എന്നാൽ ഒരു തുടരന്വേഷണം വേണം എന്ന് പ്രീ കോഗ്നിസൻസ് സ്റ്റേജിൽ, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് അത് കോടതി സ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് പറയുന്നത് പോലെ കുറ്റപത്രം സ്വീകരിക്കപ്പെട്ടതിന് ശേഷം കോടതിക്ക് പറയുന്നതിന് കഴിയില്ല എന്നാണ് ഈ ഉത്തരവ് പറയുന്നത്. ലാവ്ലിൻ്റെ ഒക്കെ കാര്യത്തിലും ഉള്ളത്. ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ്റെ കേസുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പറയുകയാണ് തുടരന്വേഷണം നടത്താനുണ്ടെന്നുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ 2 പ്രധാനപ്പെട്ട കേസുകളാണുള്ളത്. ഒന്ന് അഭയ കേസ്. ഓരോ ഘട്ടത്തിലും ക്ലോഷർ റെഫർ റിപ്പോർട്ടാണ് CBI കൊടുക്കുന്നത്. 5 തവണ കോഗ്നിസൻസ് എടുത്തതിന് ശേഷം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ലാവ്ലിൻ്റെ കാര്യത്തിലോ കോഗ്നിസൻസ് എടുത്തതിന് ശേഷം എന്താണ് ആ സമയത്ത് ആ ഘട്ടത്തിൽ അവർ പറയുകയാണ്. ലാവ്ലിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതകളുണ്ട്. കോഗ്നിസൻസ് എടുത്ത കോടതി അതിനുശേഷം പ്രതികളെ മുഴുവൻ ഡിസ്ചാർജ് ചെയ്യുക ചെയ്ത്. അതല്ല CBI കോടതി. അല്ല, AJ പട്ടേലിന്റെ കേസിൽ കോഗ്നിസൻസ് എടുത്ത ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ആർക്ക്? മജിസ്ട്രേറ്റിന്, കോടതിക്ക്. അല്ലാതെ അന്വേഷണ ഏജൻസിക്ക് ഇത് പറയാം. കോഗ്നിസൻസിന് മുമ്പ് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ശ്രീ PM മനോജ് ആദ്യം തൊട്ടായി പറയുന്നത് ഈ ചർച്ചയിൽ CBI അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കാം. അതിൻ്റെ അകത്ത് ഇത്തരം ഒരു വേർഡിക്റ്റ് വരുമ്പോൾ എനിക്ക് പക്ഷേ ഇന്നത്തെ പത്രവാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഈ ടെക്നിക്കാലിറ്റി, ഇപ്പോൾ വേണു പറഞ്ഞ ടെക്നിക്കൽ തിങ് ഈസ് കറക്റ്റ്. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ഇവർക്ക് ബൈൻഡിങ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണ് ഇത് പോസ്റ്റ് കോഗ്നിസൻസ് ഞങ്ങൾക്ക് അങ്ങനെ ഉത്തരവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, നിയമപരമായി ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ പര്യാപ്തമല്ല എന്ന് കോടതി ഇത് പരിശോധിച്ചിട്ടില്ലല്ലോ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അത് പരിശോധിക്കുകയോ അതിൻ്റെ തെളിവുകൾ നൽകുകയോ ചെയ്തിട്ടില്ലല്ലോ. ഞാനിതിൽ പറയുന്നത് നമ്മൾ തന്നെ അന്വേഷിക്കുമ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരോട് എനിക്ക് യാതൊരു സിമ്പതിയുമില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളാണ് ഇതിൽ മിക്കവാറും ആൾക്കാർ. എന്നിരുന്നാലും നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കേസിൽ അത് അവരല്ല കുറ്റക്കാരെ എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന സൂചനകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സുരേന്ദ്രൻ പറഞ്ഞതിൽ 8 പ്രതികളുമല്ല. അതായത് CPM-ന്റെ ഭാഗത്തു നിന്ന് വന്നതല്ല, ഇത് RSSന്റെ ഭാഗത്തു നിന്ന് വന്നതാണെന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് ശരിയോ തെറ്റോ ആവാം, നമ്മുടെ അന്വേഷണമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇതിൽ പ്രതിയായിരുന്ന മറ്റൊരാൾ, വിജീഷ് എന്നോ മറ്റോ പേരുള്ള ഒരാൾ മറ്റൊരു കേസിൽ റിമാൻഡിലാകുകയും അവിടെ CPM കാരായ പ്രതികളോടൊപ്പം കിടക്കുകയും ചെയ്യുമ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും പുറത്തിറങ്ങിയ ശേഷം അവരൊരുക്കിയ ഒരു ട്രാപ്പിൽ ഇതെല്ലാം പറയുകയും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കേൾപ്പിച്ച സുവീഷാണ് ഭയന്നു പോവുകയും ഇത് പറയുകയും ചെയ്തു. നമുക്ക് ആ ടേപ്പ് കണ്ടാൽ തന്നെ അറിയാം അത് ഏതായാലും മർദ്ദിച്ച് പറയിപ്പിക്കുന്നതല്ല എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ പ്രലോഭിപ്പിച്ച് പറയിപ്പിക്കുന്ന പോലെയല്ല, അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്ത് പറയുന്ന പോലെയാണ് തോന്നുന്നത്. അത് കണ്ടാൽ സംശയമുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഈ പോലീസ് അവരെ ഈ നേരത്തെ റെക്കോർഡ് ചെയ്ത ടേപ്പിൻ്റെ ഭാഗങ്ങൾ കേൾപ്പിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ഗ്രൂപ്പുകളും എരിവുകളും എല്ലായിടത്തും ഉള്ളതുപോലെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒറ്റി കൊടുക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ കേൾക്കുന്ന കഥ. പക്ഷേ ഇങ്ങനൊരു തെളിവ് ഇതുപോലെ ഇതിൻ്റെ അകത്ത് വന്നാൽ അത് അന്വേഷിക്കപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ ഇതെങ്ങനെയാണ് ഫസലിൻ്റെ സഹോദരൻ കൊണ്ട് കൊടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് പോലീസ് ഇത് വേണ്ട രീതിയിൽ കോടതിയിലോ അല്ലെങ്കിൽ CBI-യോ അറിയിക്കാതിരുന്നത്? ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യപ്പെടും. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ റംല, ഫസലിൻ്റെ സഹോദരി, ടെലിഫോൺ ലൈനിൽ. ശ്രീമതി റംല, എന്തുകൊണ്ടാണ് ഈ സുബീഷിൻ്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കാതിരുന്നത്? നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ഇതിന്റെ പിന്നിൽ CPM ആണെന്ന്. തുടക്കത്തിലെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു. അട്ടിമറിച്ചുകൊണ്ട് ഇരുന്നു എന്ന് തന്നെ പറയാം. DSP രാധാകൃഷ്ണൻ സാർ ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാണ്. 2 ദിവസം കൊണ്ട് അവരെ വേണ്ട പണി എന്താ എടുത്തത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ കേസ്, ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മളെ സഹോദരൻ, നമ്മൾ 10 സഹോദരന്മാരെ ഫസലിന്, ഇതിൽ ഒരേ ഒരു സഹോദരൻ, മൂത്ത സഹോദരൻ മാത്രമാണ് CPM-ന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ മൂത്ത സഹോദരൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മളായിട്ടൊന്ന് ആലോചിക്കുകയോ നമ്മളോടൊന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ കേസിനെ കുറിച്ചിട്ട്, ഫസലിന്റെ കേസിനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു കാര്യവും നമ്മളോട് ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിക്കുക നമ്മളെ കൂടെ നിൽക്കുകയൊന്നും ചെയ്യില്ല. ഇതുവരെ നിന്നത് CPM-ന് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് ഒന്നാമതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കേസുകൾ അട്ടിമറിച്ചപ്പോൾ തന്നെ പോലീസുകാർ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പെറ്റി കേസ് പോലില്ലാത്തൊരു കുട്ടിനെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല, എങ്ങനെയെങ്കിലും CBI അന്വേഷിക്കട്ടെ, ഈ കേസ് നമ്മളെ പിടിക്കാൻ അനുവദിക്കൂല. അങ്ങനെയാണ് നമ്മൾ CBIന്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ CBI അന്വേഷണത്തിന് വന്നപ്പോൾ 2 തവണയായിട്ടും തടയിട്ടു ഈ CBIനെ. അവസാനം അന്നേരമാണ് സുപ്രീം കോടതിയിൽ നമ്മൾ എത്തുന്നത്. സുപ്രീം കോടതിയിൽ എത്തിയതും ഇതിനു വേണ്ടി എല്ലാം പ്രവർത്തിച്ചതും പാർട്ടിക്കാരാണ്, പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇതൊക്കെ ചെയ്തത്. സഹോദരങ്ങൾ ആരും ഇതിനെതിരെ ഒന്നൊരു വിരൽ പോലും അനക്കിക്കില്ല. അങ്ങനെ ഇപ്പം കാണിക്കുന്ന സ്നേഹം എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ അന്ന് കാണിച്ചില്ല? എന്തുകൊണ്ട് അബ്ദുറഹ്മാനൊക്കെ അത് കാണിക്കാൻ പറ്റും? നമ്മളായിട്ട് കൂടി ആലോചിച്ച് കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. എന്തെല്ലാം ചെയ്തിന് അതെല്ലാം CPM വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാനുമായിട്ട് പല തവണ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യം കൊണ്ട്. ഫസലിന്റെ കാര്യമായതുകൊണ്ട്, ഒരു എറുമ്പിനെ പോലും നോവിക്കാത്ത കുട്ടിയായതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കേസ് അബ്ദുറഹ്മാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന് പോകേണ്ട വരൂല എന്നാ തോന്നുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ അബ്ദുറഹ്മാനെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ പറയും. കാരണം അബ്ദുറഹ്മാനിക്ക് അറിയാം ആരാ ചെയ്തത്, എന്താ ചെയ്തത്. കാരണം ഒരു പ്രാവശ്യം പത്രത്തിൽ കൊടുത്തതാണ് ഫോട്ടോ സഹിതം. ഞാൻ വിശ്വാസം അർപ്പിച്ച പാർട്ടിയിൽ നിന്ന് എനിക്ക് ഈ ഗതി വന്നതുകൊണ്ട് എന്റെ അനുജന്റെ ഗതി തന്നെ എനിക്ക് വന്നാലും വേണ്ടിയില്ല, ഞാൻ എല്ലാം പുറത്തുവിടാൻ പോകുന്ന. എന്റെ ഈ മൂത്ത സഹോദരൻ പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവനിക്ക് ഭീഷണി ഉണ്ടായിട്ടാണോ എന്തോന്നറിയാം, പിന്നെ ഒന്നും വാർത്തകളൊന്നും പുറത്തു വന്നില്ല. അതുകൊണ്ട് അബ്ദുറഹ്മാനെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണം. ഇനി ഈ കേസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. CPM ഭീഷണിപ്പെടുത്തിയെന്നാണോ പറയുന്നത്? അബ്ദുറഹ്മാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കാനോ സാധ്യത. അല്ലെങ്കിൽ CPM-നോടുള്ള പൂർവ്വമുണ്ട്. രണ്ടിലൊന്ന്. ശരി, ഒരല്പസമയം കൂടി ടെലിഫോൺ ലൈൻ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ P. നൂറുൽ അമീൻ, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നിങ്ങളുടെ നിശബ്ദത കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ ഈ 8 പ്രതികളെ CBI ഇപ്പോൾ ചാർജ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നാണോ കരുതുന്നത്? അതോ ഈ കുപ്പി സുബീഷിൻ്റെ വെളിപ്പെടുത്തൽ ഒരു പുതിയ സാധ്യതയിലേക്ക് എത്തുന്നുണ്ട്? എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം സംശയിച്ച കാര്യത്തിലേക്ക് അതിനൊരു തെളിവ് മൂല്യമുണ്ട് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? വേണു, ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ വളരെ ശ്രദ്ധയോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ചെയ്യുന്നത്. കേസിൻ്റെ നടത്തിപ്പ് ഏറ്റവും സത്യസന്ധമായി നടക്കണം എന്നേ പോപ്പുലർ ഫ്രണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ആരോടും പ്രത്യേകിച്ച് മുൻവിധിയോ വൈരാഗ്യമോ ഇതിലില്ല. ഫസലിൻ്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. ഞങ്ങളിപ്പോൾ നിശബ്ദമൊന്നുമല്ല. നേരത്തെ ചില ചാനലുകളിൽ ഈ സംബന്ധമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. പുതുതായിട്ട് പ്രതികരിക്കത്തക്ക രീതിയിലുള്ള വിശ്വാസയോഗ്യമായ തെളിവുകൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെ ഉണ്ടായ നടപടികൾ നിരീക്ഷിക്കുമ്പോൾ വേണു ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും എന്താണ് മനസ്സിലാവുക? 6 തവണ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചതും മാറ്റിയതും ഇടതുപക്ഷമാണ്. കോടിയേരി ഭരിക്കുമ്പോഴാണ് പ്രതികൾ CPM-കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത്. CPM-കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ കോടിയേരി പ്രദേശത്തുള്ള ആളുകളുണ്ടായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പിൽ പ്രകടനം നടത്തിയത് RSS-കാരല്ല, പോപ്പുലർ ഫ്രണ്ടുകാരുമല്ല, CPM-കാരാണ്. അപ്പോഴൊന്നും കോടിയേരി ഇതിൽ തെറ്റുപറ്റി എന്ന രീതിയിൽ സമീപനം സ്വീകരിച്ചിട്ടില്ല. പിന്നീട് RSS-കാരാണ് പ്രതികളെങ്കിൽ എന്തിനാണ് CPM ഇത്രയധികം പണം ചെലവഴിച്ച് CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്? അന്ന് CBI യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പോലെ നരേന്ദ്രമോദിയുടെ കൂട്ടിലുള്ള കിളിയൊന്നും ആയിരുന്നില്ല. അന്ന് UPA ഭരിക്കുന്ന സമയത്താണ്, ഇടതുപക്ഷത്തിന് ആവശ്യമായ സ്വാധീനം ഭരണകൂടത്തിൽ ഉണ്ടായ സമയത്താണ്. എനിക്കൊരു സംശയം ശ്രീ P. നൂറുൽ അമീൻ, ശ്രീ നൂറുൽ അമീൻ, എന്തുകൊണ്ടാണ് ഈ ഫസൽ വധം നടന്നതിന് ശേഷം അവിടെ സർവകക്ഷി സമാധാന യോഗം നടന്നല്ലോ, അപ്പോൾ ഫസലിൻ്റെ കൊലയാളികളായ RSS-കാർക്കൊപ്പം ഇരിക്കില്ല എന്ന് പറഞ്ഞ് NDF ജില്ലാ കൺവീനറായിരുന്ന ജലാലുദ്ദീൻ ആ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയത്? ഇപ്പോൾ കോടിയേരിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് പ്രകടനം നടന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രതിഷേധ പ്രകടനം ഈ ഫസൽ വധത്തിന് തൊട്ടു പിന്നാലെ തലശ്ശേരിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് വരെ ശക്തമായി നിങ്ങളുടെ അണികൾ വന്നുകൊണ്ട് നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ അത് RSS വിരുദ്ധ പ്രകടനമായി മാറിയത്? വേണു, ഈ ഫസൽ വധം നടന്ന ഉടനെ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ, അക്കാര്യം
തീർച്ചയായും ഞങ്ങൾ സമ്മതിക്കുന്നു. ആ സമയത്ത് സംശയങ്ങളുടെ മുന നീണ്ടത് അങ്ങോട്ടായിരുന്നു. പക്ഷേ വേണു മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇന്നേ വരെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് പോയിട്ടില്ലല്ലോ. ഞങ്ങളൊരു പ്രതിയെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ ഇന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ശ്രീ നൂറുൽ അമീൻ നിങ്ങൾ അന്ന് അങ്ങനെ പ്രതികരിച്ചത് യാദൃച്ഛികമായിട്ടല്ല, ഒരു കൺഫ്യൂഷന്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ തലശ്ശേരിയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി NDF പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. അവർ പുറത്തു വന്നത് ഈ കൊല നടക്കുന്നതിന് 4 ദിവസം മുൻപാണ്. നിങ്ങളുടെ ഒരു ആഹ്ലാദ പ്രകടനമുണ്ടായിരുന്നു, നിങ്ങൾ വെല്ലുവിളിക്കുകയുണ്ടായി RSSനെ. അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അവിടെ RSSൻ്റെ ഒരു ശ്രീകൃഷ്ണ മഠമുണ്ട് ഈ ഫസലിൻ്റെ വീടിനടുത്ത്. അവിടെ ഈ താമ്പൂല പ്രശ്നത്തിൻ്റെ ഒരു ബോർഡ് നശിപ്പിച്ചു, RSSൻ്റെ ബോർഡുകൾ നശിപ്പിച്ചു, നോട്ടീസുകൾ നശിപ്പിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതിനുശേഷം 4 ദിവസത്തിനിടയിലാണ്, 4ാമത്തെ ദിവസത്തിലാണ് ഈ വധമുണ്ടാകുന്നത്. അപ്പോൾ അത് അത്ര അപക്വമായിരുന്നോ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം? വേണു അപക്വം എന്ന് പറയാൻ പറ്റില്ല. വേണു പറഞ്ഞതുപോലെ തന്നെ സാഹചര്യങ്ങൾ വളരെ RSSനെ സംശയിക്കത്തക്ക രീതിയിലായിരുന്നു. വേണു പറഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായും സംശയത്തിൻ്റെ മുന അങ്ങോട്ട് നീണ്ടു. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളുള്ള എല്ലായിടത്തും കൊലപാതകങ്ങൾ നടന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നിടത്തെല്ലാം കൊലകൾ നടന്നിട്ടില്ല. ഈ കൊലപാതകം നടന്ന ഉടനെ അത് RSS ആണെന്ന് ഒരു മിനിറ്റ് അല്ലല്ല, നിങ്ങൾ പറയുകയുണ്ടായി ഇത് UPA ഭരിക്കുന്ന ഘട്ടമാണല്ലോ, ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ഘട്ടമാണല്ലോ. 2006 എന്നൊക്കെ പറയുമ്പോൾ 1 UPA, ഇവർ പുറത്തു നിന്ന് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ശക്തർ തന്നെയാണ്. ഇതൊക്കെ ശരി. പക്ഷേ ഈ CBIയുടെ കുറ്റപത്രത്തിൽ ഫസലിൻ്റെ ബന്ധു അജിനാസിൻ്റെ മൊഴിയുണ്ട്. അതെന്താണ്? ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ്. RSS ഭീഷണി ഫസലിനുണ്ടായിരുന്നു എന്നാണ്. കൊടുവാൾ നീട്ടി ഇത് നിനക്കുള്ളതാണ് എന്ന് RSS പ്രവർത്തകർ പറഞ്ഞു എന്നാണ് മൊഴി. ഫസലിൻ്റെ ഭാര്യയുടെ ഏടത്തിയുടെ മകൻ്റെ മൊഴി എന്ന് പറയുന്നത് പെരുന്നാളിന് മുൻപ് നിന്നെ പച്ച പുതപ്പിച്ച് കിടത്തുമെന്നാണ്. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? മൊഴിയാണ്, CBIയുടെ കുറ്റപത്രത്തിലുള്ളതാണ്. ഇത് അല്ല, ഈ CBIയുടെ ഈ ആരോപണം, CBI പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇതിനേക്കാൾ പ്രബലമായ തെളിവുകൾ CPMന്റെ നേതാക്കന്മാർക്കെതിരെ വന്നപ്പോഴാണല്ലോ അവരുടെ നേതാക്കന്മാർ അറസ്റ്റിലാവുകയും പിന്നീട് അതിനു ശേഷം മാത്രം തെളിവെന്താണ്? വേണു, ഒരു വിഷയം പറയുമ്പോൾ അതൊന്ന് പറയാൻ അനുവദിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തെളിവ് പരിശോധിക്കുന്നത് ആരാണ്? UPA ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള CBI ആണ് തെളിവ് പരിശോധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS ആണ് പ്രതികളെന്ന് പറയാൻ ഞങ്ങൾക്ക് എന്താ പ്രയാസം? അവരാണ് പ്രതികളെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൾ ശിക്ഷിക്കപ്പെടണം. കാരായിമാരുടെ നേർക്ക് വന്നതിന് ശേഷം മാത്രമേ ഇത്തരം RSS എന്ന രീതിയിൽ സജീവമായി ഫസലിനെ കൊന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ പുതിയ ഏത് വെളിപ്പെടുത്തൽ വന്നാലും അതിനെ നിങ്ങൾ സംശയിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഉത്തമ വിശ്വാസം ഇതിന് പിന്നിൽ CPM ആണ് എന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ തെളിവുകൾ വിശ്വാസയോഗ്യമല്ലാതിരിക്കുന്നത്. അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ ശ്രീ നൂറുൽ അമീൻ? നിങ്ങൾ RSSന് കൊടുക്കുന്ന ആനുകൂല്യം CPMന് കൊടുക്കുന്നില്ല. RSSന് ഞങ്ങൾ ഇവിടെ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല. ഇന്നേ വരെ RSSന് ചൂണ്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ പറയുകയാണ് ഒരു കൺഫ്യൂഷന്റെ പുറത്താണ് പ്രതികരിച്ചത്. CPMുമായി ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങ് പറയുന്നു തെളിവുകൾ ഉണ്ട് എന്ന്. ആ തെളിവ് എന്താണ് എന്ന് ഒരെണ്ണം പോലും അങ്ങ് ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഇത് പറയാൻ വേണു സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വിഷയത്തെ അവതരിപ്പിക്കാൻ വേണു സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഇതുവരെ അന്വേഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും, ഞങ്ങളല്ലല്ലോ തെളിവുകൾ പരിശോധിക്കുന്നത്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും RSSന് കീഴിലോ അല്ലെങ്കിൽ BJPക്ക് കീഴിലോ വിശ്വാസമാണ്. CBI എന്തായാലും തെളിവ് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് CBI ഇവരെയൊക്കെ പ്രതികളാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ്. CBI ആയിക്കോളൂ. അല്ല, ഇല്ലല്ല, വിശ്വാസം അങ്ങനെ തന്നെ. വിശ്വാസത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക്.
വേണുവിന്റെ അടുത്ത് എന്ത് തെളിവാണുള്ളത്? വേണുവിന്റെ അടുത്ത് എന്ത് തെളിവാണുള്ളത്? ജനങ്ങൾ കേൾക്കട്ടെ. വേണു വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചോളൂ. മനോജും കൂടി അവതരിപ്പിക്കൂ. ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അങ്ങനെയല്ല.